മുദ്രാവാക്യങ്ങൾക്ക് നടുവിൽ ആവേശത്തോടെ CPM-ന്റെ സമരവണ്ടി കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുകയാണ്. പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെന്നുള്ള വിശ്വാസമുണ്ട് സഖാക്കൾക്ക്. പോലീസ് എവിടെയെങ്കിലും തടയുമെന്ന് പേടിക്കുന്നുണ്ടോ? ഒരു പേടിയുമില്ല. ഞങ്ങളെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ്. അതെവിടെ തടഞ്ഞാലും ഞങ്ങൾ സമരമുഖത്ത് എത്താനാവശ്യമായ ഏർപ്പാടപ്പുണ്ടാക്കും. എന്തായാലും ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞേ തിരിച്ചു പോരും. സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചും ഇടതുപക്ഷത്തിന് അഭിവാദ്യമർപ്പിച്ചുമാണ് പ്രവർത്തകർ തലസ്ഥാനത്തിന്റെ വീഥികൾ കീഴടക്കിയത്. സെക്രട്ടേറിയറ്റിലേക്ക് എത്താനുള്ള ഓരോ വഴിയും സർക്കാർ തടഞ്ഞപ്പോഴും കൂടുതൽ ആവേശഭരിതരായാണ് പ്രവർത്തകർ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത്. രാത്രി വൈകിയെത്തിയ ട്രെയിനിലും ആയിരങ്ങളാണ് തലസ്ഥാനത്തേക്ക് എത്തിയത്. തലസ്ഥാനത്തേക്കുള്ള അവസാന തീവണ്ടിയായ വേണാട് എക്സ്പ്രസിലാണ് കൂടുതൽ പ്രവർത്തകർ എത്തിയത്. വഴിനീളെ പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടും പരിശോധനകൾ ശക്തമാക്കിയിട്ടും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് തലസ്ഥാനത്തേക്ക് എത്തിയത്. വൈകുന്നേരം എത്തിയ ശബരി എക്സ്പ്രസ്, നേത്രാവതി, ജനശതാബ്ദി, വേണാട് എന്നീ ട്രെയിനുകളിൽ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു. എന്തു വില കൊടുത്തും മുഖ്യമന്ത്രിയുടെ രാജിവരെ ഉപരോധം നടത്താൻ തങ്ങൾ സന്നദ്ധരാണെന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ പറഞ്ഞു. എന്തെന്നെ ആയാലും ഈ സമരം ഉമ്മൻചാണ്ടി രാജിവെച്ചല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് ഇനി നാട്ടിലേക്ക് പോകുന്ന പ്രശ്നമില്ല. ഏത് അതിക്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി രാജിവെക്കുന്നതുവരെയും ഈ പോരാട്ടം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിനിടെ വേണാട് എക്സ്പ്രസിന് നേരെ കൊല്ലത്ത് വെച്ച് കല്ലേറുണ്ടായി. മാന്നറ വെച്ച് നമ്മുടെ UDF പ്രവർത്തകർ ഞങ്ങളുടെ ട്രെയിനിന് കല്ലെറിഞ്ഞ് അത് വളരെ 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹാക്കളെ വളരെ മോശമായിട്ട് കല്ലെറിഞ്ഞ് വെച്ചാൽ ഞങ്ങളിരിക്കുന്ന കോച്ചിലെറിഞ്ഞത്. ഈ സമരത്തെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? ഇങ്ങനെ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, അത് ആദ്യമായിട്ടാണ്. വരുമ്പോൾ പല പല നടപടികൾ സർക്കാർ സ്വീകരിച്ചിരുന്നു. നിങ്ങളെ വരാതിരിക്കാൻ ജില്ലാതിർത്തികളിൽ തടയുക, അങ്ങനെ കുറേ നടപടി. ഏതെങ്കിലും തരത്തിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയോ നിങ്ങൾക്ക്? വരുന്നത് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ വരെ എത്തിയത്. എങ്ങനെയായിരുന്നു വാഹനം? ഏത് വാഹനത്തിലായിരുന്നു ഞങ്ങൾ ട്രെയിനാണ് വന്നത്. ഇന്നലെ രാവിലെ തന്നെ പുറപ്പെട്ടു. അതിരാവിലെ പുറപ്പെട്ടു. 3:30 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങി. എങ്ങനെ ഒരു സംഘമായിട്ടാണോ വന്നത് അതോ ഞങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 27 പേരുണ്ട്. ഒരു ഏരിയ കമ്മിറ്റി സഖാവുണ്ട്, 2 LC സഖാക്കളുണ്ട്. 3 മണിക്ക് എത്തി. എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ പാലക്കാട് മലമ്പുഴയിൽ നിന്ന്. എങ്ങനെ ഒരുമിച്ച് സംഘമായിട്ടാണോ വന്നിരുന്നത്? ഒരുമിച്ച് 10, 22, 30 പേരാണ് വന്നത്. ഇങ്ങനെ ഒരു ഉപരോധ സമരം LDF-ന്റെ തന്നെ ഇത്തരത്തിലൊരു ഉപരോധ സമരം ആദ്യമായിട്ടാണ്. നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഇതാണെന്നാണ് വിലയിരുത്തൽ. എങ്ങനെയാണ് നിങ്ങളിത് പ്രവർത്തകരെന്ന നിലയിൽ ഇത്? ഞങ്ങൾ സമരം വിജയിപ്പിക്കണം. അഴിമതിക്കാരനെ ഞങ്ങൾ വിജയിപ്പിക്കണം സമരം. ഉപരോധത്തിന് സജ്ജരാണോ? അല്ല, ഉപരോധത്തിന് സജ്ജൻ തന്നെ. എന്താ ഒരു സമരത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഇത് ആദ്യമായിട്ടാണ് ഇത്ര ഒരു സമരത്തിന് പോകുന്നത്? അതെ, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിട്ട് ഒരു സമരം. മറ്റൊക്കെ ഈസി ആയിട്ടുള്ള സമരമായിരുന്നു. കാറ് വിളിച്ച് ഇന്നോവ എല്ലാത്തിലും ഈസി ആയിട്ട് പോയതോ. ഇത് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഇതിന്റെ ശക്തി കൂടും, ഇതിന്റെ ക്വാളിറ്റി കൂടും. ചേട്ടൻ മുമ്പൊക്കെ സമരത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്? പങ്കെടുത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ പല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ സിമ്പിൾ പരിപാടിയാണ്, ചെറിയ പരിപാടി, ഈസി പരിപാടി. ഇത് ഭയങ്കര പരിപാടിയാണ്. ഈ ഒരു വികാരത്തോടെ തന്നെ യാത്ര സൗകര്യം, ഭക്ഷണത്തിന്റെ ടെൻഷൻ, ഇതൊന്നും പ്രശ്നമില്ലാതെ എല്ലാവരും പെട്ടെന്ന് വന്നിട്ടുണ്ട്. മറ്റൊരു സമര വളണ്ടിയർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പാലക്കാട് നിന്ന് കുഴൽമന്നം. എപ്പോഴെത്തി? ഞാൻ രാത്രി 2 മണിക്ക് എത്തി. എത്ര പേരുണ്ട്? ഞങ്ങള് മഞ്ഞളൂർ ദേശീയ 40 പേരുണ്ട്. കുഴൽമന്നത്ത് തന്നെ ഒരു 500 പേര് മേലെയുണ്ട്. ട്രെയിനിലാണല്ലോ? ട്രെയിനിലാണ്. ട്രെയിനിൽ നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. ഈ സമരത്തിന് എങ്ങനെ കാണുന്നത്? സമരം ഉമ്മൻചാണ്ടി രാജിവെക്കണം. ജുഡീഷ്യൽ അന്വേഷണം അത് തന്നെ നമുക്ക് ആവശ്യം. അതാണ് പാർട്ടിന്റെയും എന്റെ വ്യക്തിപരമായ ആവശ്യം. ഈ സമരം തീരാതെ ഇവിടുന്ന് പോകുന്നു? സമരം തീരാതെ പോകുന്ന പ്രശ്നമില്ല. രാജിവെച്ചിട്ടേ പോകും. എന്ത് സംഭവിച്ച അനുസരിച്ച്, എത്ര പോലീസിന്റെ അനുസരിച്ച്, പട്ടാളം കൊണ്ടനുസരിച്ച് പ്രശ്നമില്ല. എല്ലാം നേരിടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ തയ്യാറെടുപ്പുകളാണ് എല്ലായിടത്തും. എല്ലാം തയ്യാറെടുപ്പോട് തന്നെ വന്നിരിക്കുന്നത്. വലിയ സംശയമില്ല. പാർട്ടിക്ക് തയ്യാറെടുപ്പുണ്ടോ? പാർട്ടിക്ക് കൊണ്ട് എനിക്കും പ്രത്യേകിച്ചുണ്ട്. 8 മണിയോട്. എവിടുന്ന് വരുന്നേ? പാലപ്പള്ളിയിൽ നിന്ന്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി? യാത്രയ്ക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? യാത്രയ്ക്ക് ഒരു പ്രശ്നമില്ലെന്ന്. വണ്ടി സമയത്ത് കിട്ടി. നമ്മൾ ആ സമയം കൊണ്ട് ഇനി എത്തുകയും ചെയ്തു. വലിയ കുഴപ്പമില്ലാതെ തന്നെ എത്തി.
ഈ എന്തെങ്കിലും നടപടികൾ ഈ വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കും, അതുപോലെ തന്നെ ജില്ലാതിർത്തികളിൽ തടയും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ വരുന്ന വഴിക്കൊക്കെ? ഇന്ന് വരെ ഇപ്പം വരെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല. ഇനി നടക്കും എന്നുള്ളത് അറിയാൻ വയ്യ. എത്ര മണിക്കായിട്ടാണ് ഇവിടേക്ക് എത്തി? ഞാൻ ഇന്നലെ ഉച്ചയോട് കൂടി ഇവിടെ എത്തിയ, ഇതുവരെയായിട്ട് ഇവിടുന്ന് പോയിട്ടില്ല. ഈ സമരത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി രാജിവെക്കുന്നോടം വരെ ഈ സമരത്തിൽ അടിയുറച്ച് നിൽക്കുവാനാണ് ഞങ്ങൾ പോലെയുള്ള കോട്ടയത്തു നിന്നാണ് വരുന്നത്. കോട്ടയം കല്ലറ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. എങ്ങനെ ഈ സമരത്തെ കാണുന്നത്? LDFിൻ്റെ ഒരു ഉപരോധ സമരം, ഇത്ര ശക്തമായ ഒരു ഉപരോധ സമരം, ഇത് നമ്മൾ പല രീതിയിലും ആൾക്കാരെ ആദ്യമായാണെന്നാണ് വിലയിരുത്തുന്നത്. ഏത് രീതിയിലാണ് ഈ സമരത്തെ നിങ്ങൾ ഈ പ്രവർത്തകർ എന്ന നിലയിൽ കാണുന്നത്? ഏറ്റവും ലാസ്റ്റായിട്ട് ഈ വിഷയത്തിൻ്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് സരിത വിഷയമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രി ഈ കക്ഷിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുകയും, എന്നാൽ ആ മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് ഇപ്പോൾ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സമരത്തിൻ്റെ കാതലായ വിഷയത്തിനെ ഉന്നയിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി ആ സ്ഥാനം രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണം എന്ന മിനിമം പരിപാടി ഇന്ന് ഉറച്ചു നിന്നുകൊണ്ട് കേരളത്തിൽ ശക്തമായ ഒഴുക്ക് ഈ തിരുവനന്തപുരം മണ്ഡല പ്രദേശത്തേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. CPI സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയാണ് താങ്കൾ. അപ്പോൾ ഈ സമരത്തിന് ഇപ്പോൾ പ്രവർത്തനത്തിൽ തുടങ്ങുന്നുള്ളൂ, 8 മണിയോടെ സമരം വരും. തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണോ? തീർച്ചയായിട്ടും തികഞ്ഞ ആത്മവിശ്വാസത്തിലൂടെയാണ്. പ്രവർത്തകരെല്ലാം ഇന്നലെ രാത്രി തന്നെ എത്തിയിട്ടുണ്ട്. അവർ പ്രാഥമിക ആവശ്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്കകത്ത് മുഴുവൻ സഹാക്കളും ഇവിടെ എത്തിച്ചേരും. ഈ കന്റോൺമെൻറ്റ് ഗേറ്റ് തടയുമെന്ന് പറഞ്ഞുവെങ്കിലും കന്റോൺമെൻറ്റ് ഗേറ്റിൽ കൂടി മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും കടത്തിവിടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ അവർ വിജയിച്ചു എന്നൊരു അവകാശമാണ് അവർ ഉന്നയിക്കുന്നത്. അങ്ങനെ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാര്യം പോലീസ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ കുറുക്കു വഴികളിലൂടെ ആയിരിക്കാം അകത്ത് കടന്നിട്ടുള്ളത്. ഈ മന്ത്രിസഭാ യോഗം കഴിഞ്ഞവർക്ക് പുറത്തിറങ്ങണ്ടേ? സുഖമായിട്ട് സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കണ്ടേ? അത്തരം കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. കാര്യം അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നീക്കാൻ കഴിയുന്ന പ്രവർത്തകർ ഇവിടെ എത്തിക്കഴിഞ്ഞു.